ജൂരിൽ വീട്ടിൽ കയറി യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച അക്രമി എത്തിയത് ആറ്റിങ്ങൽ ഭാഗത്ത് നിന്നെന്ന് സൂചന. സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന സംശയം ബലപ്പെടുകയാണ്. വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസ് ലൈനിൽ ഷിനി എന്ന യുവതിക്ക് നേരെ വെടിവയ്പുണ്ടായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പക്ഷേ ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്താണ് ഇത്തരമൊരു അക്രമത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ഷിനിയുടെ മൊഴിയെടുക്കുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മൊഴിയെടുത്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും, അതായത് അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും, പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ സമീപ സ്ഥലങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഈ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കാറിൽ രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വ്യാജമാണ് എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ അത് പോയ റൂട്ട് അത് ആരുടെ പേരിലായിരുന്നു, അതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും പോലീസിന് കഴിയുന്നില്ല എന്ന് അവർ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള മൊഴി അത് ഷിനിയുടെ ഭാഗത്തുനിന്നോ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നോ ലഭ്യമായിട്ടില്ല. അതായത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യം ഷിനിയോടോ കുടുംബാംഗങ്ങളോടോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കൃത്യമായ ആസൂത്രിതമായ ഒരു അക്രമം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നമ്പർ പ്ലേറ്റ് വ്യാജമായി ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ ഒരാളെത്തി ഷിനി എന്തിയെന്ന് ആവർത്തിച്ച് ചോദിച്ച് അവർ തന്നെ ഒപ്പിട്ട് നൽകണമെന്ന് പറഞ്ഞ് ഷിനി പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് നേരെ വെടിയുതിർത്തു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഷിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടന്ന അക്രമമായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഷിനിയോട് ആർക്കെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ